ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ വേനൽ ചൂടിൻ്റെ പ്രകൃതിയും മനസ്സും വരണ്ടുണങ്ങുന്ന പലതരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പം കാണുന്നത്. സമയത്ത് നമ്മുടെ ശരീരം കൂടെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമുക്കടുത്തറിയാവുന്നവരെ ഒക്കെ നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ് അവരെയും കൂടെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പം വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. അഭാവം മൂലം മരങ്ങളും ചെടികളും എല്ലാം വരണ്ടുണങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കിളികൾക്കും അതുപോലെ നമ്മുടെ വീട്ടിലുള്ളതും അല്ലാത്തതുമായ മൃഗങ്ങൾക്കും ഒക്കെ നമ്മൾ കുറച്ച് വെള്ളം മാറ്റി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും ശരീരം ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മീൻകൂട് നിർമ്മിച്ചതും അത് നമ്മൾ ഇടുന്ന വിധമൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ് ഒരു കൂടാണ്, നാക്കൂടെന്ന് പറയും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 സൈഡിലും മീൻ കയറാനുള്ള ദ്വാരമുണ്ട്. അപ്പോൾ ഇത് 4 വശത്തും ഇങ്ങനെ ദ്വാരം ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് നാക്കൂടെന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പൊതുവേ നമ്മൾ ഈ കുട്ടനാടൻ ഭാഗങ്ങളിലൊക്കെ നാക്കൂടെന്ന് പറയുന്നത് നമ്മൾ വാരി കൊണ്ടും അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് നമ്മൾ കൂടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മീൻ കയറാനായിട്ട് നമ്മളൊരു ദ്വാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലെ മീനിന് തിരിച്ചിറങ്ങി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു എൻട്രി ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നാക്കൂട് എന്ന്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നാക്കൂടെന്ന്. ഇതാണ് നമ്മുടെ കൂട്, നല്ല കളറായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ കണ്ടോ, 4 സൈഡിൽ കൂടെ മീനിന് കയറാനുള്ള ഒരു ദ്വാരമുണ്ട്. അപ്പോൾ അതാണ് ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത. അപ്പം മീനുണ്ടെങ്കിൽ കൂട് നിറച്ച് മീനായിരിക്കും, മീനില്ലെങ്കിലൊന്നുമില്ല. അതാണ് അവസ്ഥ. എന്തായാലും നമുക്ക് കൂട് ഇവിടെ ഇട്ട് നോക്കാം, അത് നമുക്ക് നാളെ വന്ന് നോക്കാം. എനിക്ക് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇതാണ്. ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഇതിലെയാണ് നമ്മൾ മീനൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ച് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മുറുക്കി കെട്ടിയിടുവാണ്. ഈ കൂട് വെള്ളത്തിലോട്ട് ഇടാൻ പോവാണ്. പുല്ലിലോട്ട് നമ്മൾ വള്ളി നടക്കി വെച്ചിട്ടുണ്ട് പൊക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. നമ്മൾ ഓലയും പുല്ലും ഒക്കെ ഇട്ടിരുന്ന് മറച്ച് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ കൂട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ വന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് നാളെ വന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മീൻ കയറട്ടെ. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് പോയി ഈ കൂട് നിർമ്മിച്ചത് എങ്ങനെയാണെന്നുള്ളൊരു രീതിയൊക്കെ കണ്ടേച്ച് വരാം. അപ്പോൾ നമ്മുടെ കൂട് നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് നമുക്ക് ഒരു 8 കിലോയോളം കമ്പിയും അതുപോലെ 500 ഗ്രാം നെറ്റ്, അതുപോലെ ഇതിന് ഈ പണിക്കൂലി നമുക്ക് ഏകദേശം ഒരു 450 രൂപയോളം ആയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കൂട് നിർമ്മിച്ചെടുക്കാനായിട്ട് നമുക്ക് വന്ന ചെലവുകൾ.
ഒരു സമയം നമ്മുടെ പക്ഷിപ്പനിയൊക്കെ മാറി കുട്ടനാട് ഭാഗത്ത് താറാവുകളെ വീണ്ടും കൃഷി ചെയ്തു തുടങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ പാടങ്ങളിലെ കൊയ്ത്തും എല്ലാം കഴിഞ്ഞ് വെള്ളം കയറ്റിയിട്ടേക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് താറാവ് കൃഷി ഊർജ്ജസ്വലതയോടെ തുടങ്ങിയേക്കുവാണ്. ഇപ്പോൾ ഈ കാണുന്നത് കൊതുമ്പ് വെള്ളമാണ്. അപ്പോൾ ഇത് നമുക്ക് തുഴഞ്ഞു പോകണമെങ്കിൽ നല്ല ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതും ഒന്നിൽ കൂടുതൽ ആൾക്കാർ കയറിയാൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്, മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്തേൽ നമുക്ക് നല്ല ബാലൻസോട് കൂടി മാത്രമേ നമുക്ക് ഇത്തേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താറാവുകളെ മേയിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ മിക്ക പാടങ്ങളിലും ഇപ്പം ഇത് തന്നെയായിരിക്കും അവസ്ഥ. കാരണം കൃഷി കഴിഞ്ഞ പാടമായതുകൊണ്ട് എല്ലാ പാടത്തും മിക്കപ്പോഴും തന്നെ താറാവ് കൃഷി ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കേട്ടുകേഴ്വിയിൽ പരിചയമുള്ളതും എന്നാൽ നമുക്ക് അത്ര പരിചയമല്ലാത്തതുമായ ഒരു സ്ഥലമാണ് ഇത് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് കോട്ടയം ബോട്ട് ചെട്ടി. അപ്പോൾ 2015 ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി നല്ല അടിപൊളിയായിട്ട് പണികളെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ആണ് ഈ കോട്ടയം ബോട്ട് ചെട്ടി. അപ്പോൾ വളരെ മനോഹരമായ സ്ഥലമാണ്, നല്ല വൈബാണ്, അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ഉള്ള പ്ലേസാണ്. അപ്പോൾ നമുക്ക് സായാഹ്നങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കാനും അതുപോലെ നമുക്ക് ചൂണ്ടയിടാനും ഒക്കെ പറ്റിയ ഒരു പ്ലേസാണിത്. അപ്പോൾ ഇതിപ്പോൾ പ്രവർത്തനക്ഷമമായി കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇതൊരു 100-150 മീറ്ററോളം ഏരിയ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം നമുക്കതിൽ നടന്നു പോകാനൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിപ്പോൾ പ്രവർത്തനക്ഷമമായി കിടക്കുവാണ്. ഇവിടെ ബോട്ടൊന്നും വരുന്നില്ല. അത് 2015 പണി കഴിഞ്ഞെങ്കിൽ പോലും അതിനുശേഷം ഇത് പൂട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതിനുള്ളിൽ പാർക്കുണ്ട്, മനോഹരമായ സ്ഥലങ്ങൾ അവിടെ ഇരിക്കാനും ഒക്കെ നല്ല ഗാർഡനൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിനുള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ലെങ്കിലും ഇതിൻ്റെ ഈ പുറമേ ഉള്ള കാഴ്ചകളും അവിടെ വന്ന് ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇപ്പം ഇവിടെ പോള വന്ന് നിറയുന്നത് കൊണ്ടാണോ എന്തോ ഒരു റീസൺ കൊണ്ട് ഇപ്പം ബോട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെയല്ല ബോട്ട് ജെട്ടിയായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പം അറിയത്തില്ലാത്തത് കൊണ്ടാണോ അതോ എന്തുകൊണ്ടാണ് ആൾക്കാർ അധികം അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാവാം ഇവിടെ വരാത്തത്. അപ്പം നമ്മൾ ഒരു തവണ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീണ്ടും വന്നിരിക്കാനുള്ള ഒരു മനസ്സിൽ നമുക്കൊരു ഇതൊക്കെ തോന്നും. കാരണം അത്ര നല്ലൊരു പ്ലേസാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബോട്ട് അടുക്കുന്ന സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ പാർക്കും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നാൽ നല്ല അടിപൊളിയാണ്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടം ഇനി വരും കാലങ്ങളിൽ ഇവിടെ വികസിച്ച് വരാനുള്ള എല്ലാ സാധ്യതയും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഇത് ടൂറിസം സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണിത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളിവിടെയൊക്കെ വരിക. അപ്പോൾ ചൂണ്ടയിടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്ന് ചൂണ്ടയിടാൻ പറ്റുന്ന ഒരു സ്ഥലം. ചില സമയങ്ങളിലൊക്കെ ഇവിടെ പോള നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാനുള്ള സമയമായി. നമ്മുടെ കൂടെ അവിടെ കിടക്കുന്നു, അതിനകത്ത് മീമെല്ലാം കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാനുള്ള സമയമായി. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കിയേച്ച് വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഗീവ് അവേയുടെ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളത് വിട്ടുപോയിട്ട് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ട് നമ്മൾ അതിന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ കമൻറ്റ് ചെയ്യുന്നവരും അതുപോലെ ഗീവ് അവേക്ക് വേണ്ടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന അംഗങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതോടെ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതിനുശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രൈസൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ കൂട് വെക്കാൻ പോവാണ്. മീനോ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കമ്പെടുത്ത് ആദ്യം ഇത് വള്ളി താഴെ വെള്ളത്തിൽ വീണ് കിടക്കുക. അപ്പോൾ ഇന്ന് പൊക്കി എടുക്കണമെങ്കിൽ
അല്ല ഇപ്പം ഞാൻ വെള്ളത്തിൽ ചാടേണ്ടി വരും. വെള്ളത്തിൽ ചാടാനൊരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ഇത് കൊണ്ട് എടുത്തിട്ട് ഉണ്ട്. ഒരെണ്ണം പാം ഉണ്ട്. ഉണ്ടോ? നല്ല സൂപ്പർ ഒരു പാമ്പ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ മീൻ കൂടിടുന്ന എല്ലാവർക്കും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ആമയും പാമ്പും. അപ്പോൾ ഏത് കൂടെടുത്താലും ഈ ആമയും പാമ്പും ഇല്ലാത്ത ഒരു കൂട് കാണുകയല്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഉണ്ടാവുമെന്നല്ല, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആമയും പാമ്പും ഒക്കെ കയറിയിട്ടുണ്ടാവും, ഇല്ലാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. അപ്പം നമ്മൾ ഇതിനെ പ്രശ്നമൊന്നുമില്ല, നമ്മളിതിനെ തുറന്നിറക്കി വിട്ടാച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മൾ കൂടിട്ട് വെച്ചിട്ടുള്ളൂ. നമുക്കിനിയും നമ്മൾ തുടക്കമായിരുന്നു, ആദ്യത്തെ ഇതിൽ തന്നെ ഇങ്ങനെയാണ്, വലിയ മോശമില്ലെന്ന് മനസ്സിലായി. അപ്പം പാമ്പും ആമ എല്ലാം കയറുന്നുണ്ട്. അപ്പോൾ നമുക്കിനി തുടർന്ന് നമുക്ക് മീനെ പിടിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കയറിയാൽ ചത്തു പോകത്തൊന്നുമില്ല. കാരണം നമ്മളതിൻ്റെ മൂടുവശത്തേക്ക് സാധാരണ മീൻ കൂടിടുമ്പം മിക്കപ്പോഴും തന്നെ നമ്മൾ ചെറിയ കൂടൊക്കെ ആണെങ്കിൽ അത് താഴെ താന്ന് കിടക്കും. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് ഏറെ സമയം കഴിയുമ്പോഴേക്കും അതിനകത്തുള്ളതൊക്കെ ചാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് വലിയ കൂടൊക്കെ ആയതുകൊണ്ട് ഏകദേശം അതിന് എയർ എടുക്കാനുള്ള ഒരു സ്പേസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് വെള്ളത്തിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുന്നൊന്നും അങ്ങനെ ചത്തൊന്നും പോകത്തില്ല. അപ്പം നമുക്ക് അതിനെ റിലീസ് ചെയ്ത് വിടാനും നമുക്ക് എളുപ്പമാണ്. കൂട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഇതിനകത്ത് കയറുന്ന മീനിനും ഒക്കെ എയർ എടുക്കാനായിട്ട് കുറച്ച് ഒരു സ്പേസ് ഇടുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു സംവിധാനമുണ്ട്. അപ്പോൾ കുറച്ച് നെറ്റ് അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് ഇടുവാണെങ്കിൽ അതിനൊക്കെ വന്ന് എയർ എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുന്ന മീനോ ആമയോ അങ്ങനത്തെ ജീവികളൊന്നും ചത്തു പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഈ കൂട് സെറ്റ് ചെയ്തപ്പം അത് കുറച്ച് നെറ്റ് അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര സ്പേസ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് കയറുന്നതൊക്കെ വന്ന് എയർ എടുത്ത് പോകും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ ചെയ്ത് കൂടുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മീനെയൊക്കെ നമുക്ക് ചാകാതെയൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ അങ്ങനെ എയർ എടുക്കാനുള്ള ഒരു ഇതിട്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പം നമ്മുടെ കൂട്ടി കയറിയ പാമ്പൊന്നും ചത്തിട്ടില്ല, ആമയും ചത്തിട്ടില്ല. അപ്പം നമുക്ക് അതിനെ ഇതിലെ തുറന്ന് റിലീസ് ചെയ്ത് വിടാൻ പറ്റും. ഉണ്ടെങ്കിൽ ഇതിനകത്ത് കയറുന്ന മീനും പാമ്പും ഒക്കെ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ കൂട് നിർമ്മിക്കുകയാണെങ്കിൽ അതിനകത്ത് കയറുന്ന ഒരു ജീവിയും അങ്ങനെ ചത്തു പോകത്തില്ല. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് മീനെയൊക്കെ എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പാമ്പിനെയൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് റിലീസ് ചെയ്ത് അതിനെയൊക്കെ തിരിച്ചു വിടുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ കൂട്ടി കയറിയിരിക്കുന്ന പാമ്പിനെ നമ്മൾ ഇറക്കി വിടാൻ പോവാണ്. അപ്പോൾ അതിനെ ഇറങ്ങി പോകാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് തുറന്ന് നമ്മൾ അതിനെ ഇറക്കി വിടാൻ പോവാണ്. ഇത് എനിക്കതിനെ കണ്ടിട്ടും കൂടെ പേടിയോ എൻ്റെ കാലിൽ കൂടെ കൊടുക്കാനുണ്ടോ? ഒരു പൂവ് അതാണോ ഇപ്പൊ അത് വേറെ വഴിക്കില്ല. അപ്പൊ അതുണ്ട്